തിരിച്ചുവരവുകൾ എന്നും വളരെ ഇമോഷണലാണ്. പോയ വഴികളിലെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയത്തിലെത്തിയ ശേഷം പുറപ്പെട്ടയിടത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ആ തിരിച്ചുവരവിന് മധുരം വളരെ കൂടുതലാണ്. രാവിലെ വരുമ്പോ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. TTSC എക്സാം എല്ലാം പറഞ്ഞ ആരും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്നൊന്നും ഉണ്ടാവൂല. പക്ഷെ ആഫ്റ്റർനൂൺ ആകുമ്പോത്തിന് എന്ത് ചെയ്യും, ഞങ്ങള് ഭയങ്കര ഹാപ്പിനെസ് ആവും, സ്ട്രെസ് ഫ്രീ ആവും. പാട്ടൊക്കെ ഇട്ട് എല്ലാരും വൈബാക്കിയിട്ടാണ് വരല്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തന്നെ സൈലത്തിലൊക്കെ പറയുമ്പോ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. സൈലത്തിന്റെ ക്യാമ്പസിൽ പഠിച്ച് ഈ കോറിഡോർസിലൂടെ നടന്ന് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ ക്യാമ്പസിലെ ദിവസങ്ങൾ ചെലവഴിച്ച നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഇപ്പൊ ഇതാ ഡോക്ടേഴ്സ് ആയിട്ട് തിരിച്ച് ഈ ക്യാമ്പസിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം. നമുക്ക് ശരിക്കും കോളേജിലൊക്കെ ഈ സിസ്റ്റം വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കുട്ടികൾ ഒരു ദിവസം ഓൺലൈനായി അവരുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ആ ടോപ്പിക്കുകളെ പഠിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ നമ്മൾ ഫാക്കൽറ്റീസ് എടുക്കും, അതിൽ നമ്മൾ നമ്മുടെ DPP ആണെങ്കിലും അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഓൾമോസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ലോഗ്സ് ഇല്ലാതെ പോകാൻ പറ്റും. ഒരു ടോപ്പിക്കിന് തന്നെ 2 ദിവസം വരുമ്പോൾ നമുക്ക് നല്ലോണം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം. ഇപ്പോൾ ഓൺലൈൻ കഴിഞ്ഞ ശേഷം നമുക്ക് രാത്രിയാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു ടൈം നമുക്ക് കിട്ടേണ്ടത്. നെക്സ്റ്റ് ഡേ വരുമ്പോഴേക്കും ഈ കുട്ടികൾ എത്രമാത്രമാണ് ഈ ടോപ്പിക് മനസ്സിലാക്കിയെന്നുള്ളതാണ് പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുക. അതിനുവേണ്ടി ഒരു അനലിറ്റിക്കൽ ടെസ്റ്റ് കൊടുത്ത ശേഷം കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും എന്താണ് അവർക്ക് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആക്റ്റീവ് ലേണിംഗിലായിരിക്കും ഈ കുട്ടികൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കിനെ ശരിക്കും 2 പ്രാവശ്യം പഠിച്ചുകൊണ്ട് നല്ല ഈസിയായി എഫക്റ്റീവായി ലേൺ ചെയ്തുകൊണ്ടാണ് കുട്ടികൾ ഓരോ ക്ലാസ്സസും മുന്നോട്ട് പോവുക. മാർക്ക് കിട്ടണം, ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരണം എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ, ആ ഒട്ടിച്ച് എല്ലാവരും കാണിക്കും. അപ്പോൾ അത് പേരൻസിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്കൊരു എൻകറേജ്മെന്റ് ആണ്, നമുക്ക് ഇത്ര മാർക്ക് കിട്ടും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, നീറ്റിന് ഇത്ര മാർക്ക് കിട്ടിക്കോളും. ഹൈബ്രിഡ് സിസ്റ്റം നല്ലോണം യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത്. ശരിക്കും ഇവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ് ആണ്. കഴിഞ്ഞ വർഷം ഞാൻ AL സാറിന് മെസ്സേജ് അയച്ചിരുന്നു. അത് ഞാൻ ഹോമിയോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സെക്കൻഡ് ഇയർ എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സാറിന് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് MBBSനോട് പെട്ടെന്നൊരു താല്പര്യമുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട്. സാറിന് ഓർമ്മ ഉണ്ടാവില്ല, സാറ് തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. സാറിൻ്റെ ഒരൊറ്റ മോട്ടിവേഷൻ കൊണ്ട് ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വന്ന ഒരാളാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ഒന്നെങ്കിൽ കുറച്ച് പാടൊക്കെ പഠിച്ചിരുന്നു, ഭയങ്കര സന്തോഷം. പിന്നെ പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കാര്യം പറയും. കുറേ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, ബെഡ് റെസ്റ്റ് പറഞ്ഞു. പിന്നെ എക്സാംസ് ഒന്നും എഴുതാൻ പറ്റാണ്ടായി. അവസാനം ഇത് വിട്ട് തിരിച്ച് ഹോമിയോ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ ജിതേച്ചി ഒരു അമ്മയുടെ സ്ഥാനമായിരുന്നു. ചേച്ചി എന്നെ ഒരു കാരണവശാലും വീട്ടിൽ വിട്ടില്ല. ചേച്ചി എന്നെ ഇവിടെ വെച്ചിരുന്നു. ചേച്ചി ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ടുണ്ടാവും. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് കഴുത്തി കോളർ ഇടുന്ന പോലും ഹോസ്റ്റലിൽ വന്ന് കണ്ട് എഴുതാൻ പറ്റുമെന്ന് പറയും. ലാസ്റ്റത്തെ 1 മാസത്തെ ഒരു മോക്ക് ടെസ്റ്റും എനിക്ക് എഴുതാൻ പറ്റിയില്ല. സ്കോറൊക്കെ 700 നിന്ന് 500 400 ഒക്കെ താഴെ പോയപ്പോഴും പറ്റും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് ഒരേ ഒരാൾ ചേച്ചിയാണ്. എക്സാംസ് ഒന്നും എഴുതാതിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റൂമിൽ കൊണ്ടുവന്ന് തന്നെ ഫോഴ്സ് ചെയ്ത് എഴുതിപ്പിച്ചതും എൻ്റെ മെൻറ്റേഴ്സും എൻ്റെ റൂംമേറ്റ്സും ആയിരുന്നു. ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അവർ പറഞ്ഞതെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരും ഞങ്ങളും ഒരുമിച്ച് കടന്നുപോയൊരു കാലത്തെക്കുറിച്ചാണ്, പങ്കിട്ട ദിവസങ്ങളെക്കുറിച്ചാണ്. അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒപ്പം നിന്ന, പ്രതിസന്ധികളിൽ പിന്നോക്കം പോകാതെ അവരുടെ വിശ്വാസത്തിന് കാവൽ നിന്ന സൈലമിത ഇവിടെയുണ്ട്.